ഓം സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം 9. ജ്യോതിസ്വരൂപരെ പ്രണാമം പ്രണാമം. സദാചാര നിർദ്ദേശവും സാമൂഹ്യശാസ്ത്രവും വേദോപനിഷത്തുകളിൽ മഹത്തായ ഉത്കാഴ്ച കാണുന്നു. അത് ജീവിതത്തിൻ്റെ സമഗ്ര വീക്ഷണമാണ്. അന്നത്തെ ചിന്തകന്മാർ പ്രശാന്തമായ കാനനവാസം ഇഷ്ടപ്പെട്ടിരുന്നു. ആശ്രമവും നഗരവും തമ്മിൽ നിരന്തരമായ ആശയവിനിമയം ഉണ്ടായി. സൂക്തികളുടെയും സുഭാഷിതങ്ങളുടെയും ഒരു സാഹിത്യം തന്നെ ആശ്രമങ്ങളിൽ നിന്നും ഋഷിമാരിൽ നിന്നും ലഭ്യമാകുന്നു, വളർന്നു വന്നു. ശ്രൗത സൂത്രങ്ങൾ സാമൂഹ്യയജ്ഞങ്ങൾക്കും കർമ്മങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകുന്നു. ഗൃഹ്യ സൂത്രങ്ങൾ കർമ്മശുദ്ധി കൈവരുത്തുന്നു. നൈർമല്യം ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ എത്തിച്ചു. ധർമ്മശാസ്ത്ര സൂത്രങ്ങളും പ്രബന്ധങ്ങളും സാമൂഹ്യമായ പെരുമാറ്റത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഗൗതമൻ, ബോധായനൻ, ആപസ്തംഭൻ തുടങ്ങിയ ആദ്യകാല സൂത്രകാരന്മാരാണ് ഇതിന് മാർഗദർശികളായിരുന്നത്. കാലഘട്ടം BC 600 മുതൽ 200 വരെ എന്ന് അനുമാനിക്കുന്നു. മനുസ്മൃതിയുടെ കാലം BC 200 ശരീരശുദ്ധി മുതൽ ആത്മീയ നൈർമല്യം വരെയുള്ള സതുപദേശങ്ങൾ ഇത്തരം സൂത്രവാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നു. രാത്രിയുടെ അന്ത്യയാമം, നിദ്ര വെടിയുന്നു. ശാന്തമായ മനസ്സോടുകൂടി എഴുന്നേൽക്കുന്നു. ഉദയസൂര്യനെയും വികസിത കുസുമങ്ങളെയും സ്മരിക്കുന്നു, ദർശിക്കുന്നു. നമ്മുടെ ഹൃദയകമലം വിടരുന്നു. നിത്യ നൈമിത്തിക ദിനചര്യകൾ നടത്തുന്നു. പ്രഭാത സ്നാനം പാപശാന്തി വരുത്തുന്നു. ജ്ഞാനസ്വരൂപനും ആനന്ദമൂർത്തിയും സർവവ്യാപിയുമായ സൂര്യദേവനെ സ്തുതിക്കുന്നു. ഗായത്രി ഉരുവിടുന്നു. അത് മനസ്സിൻ്റെ തീർത്ഥയാത്രയാണ്. ഭാരവാഹികൾക്കും സ്ത്രീകൾക്കും രോഗികൾക്കും വൃദ്ധർക്കും വഴിമാറിക്കൊടുക്കണം. ഇത് ആപസ്തംഭൻ്റെ നിർദ്ദേശമാണ്. ഗൃഹം സംശുദ്ധമായ പരിശുദ്ധമായ അന്തരീക്ഷത്തിലായിരിക്കണം. മിത്രവരുണന്മാരോട് സുരക്ഷ പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ ഉത്തമ ധാർമ്മിക മാർഗങ്ങളിൽ നേടിയ ധനം കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നു. ഭവനത്തിൽ ശുഭവാക്കുകളെ ഉച്ചരിക്കാവൂ, സംസാരിക്കാവൂ. ആരോടും ശണ്ട പാടില്ല, സംഘർഷം പാടില്ല. ഗാർഹിക ജീവിതം വിശുദ്ധമായിരിക്കണം. അതാണ് സംസ്കാരം. നല്ല പെരുമാറ്റം. ശബരൻ
ഇപ്രകാരം പറയുന്നു: മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ശുചിത്വം എല്ലാവിധത്തിലും പാലിക്കുക, ശുചീകരണ കാര്യങ്ങളിൽ നാരിമാർ മുന്നിൽ നിൽക്കണം. അവിടെ നല്ല ചിന്തകളെല്ലാം ഉയർന്നുയർന്നു വരും. കുമാരിലൻ്റെ ഉപദേശമാണിത്. ശിശു പരിപാലനം മാതൃധർമ്മമാണ്. പുരുഷൻ രക്ഷകശക്തിയും സ്ത്രീ രഞ്ജകശക്തിയുമാണ്. കുട്ടിയുടെ ചോറൂണ്, നാമകരണം, എഴുത്തിനെഴുത്ത് അഥവാ വിദ്യാരംഭം തുടങ്ങി ജീവിതാന്ത്യം വരെ പല ക്രിയകളും നടന്നു വരുന്നു. അഹം ഇല്ലാതെ വിനയാന്വിതമായ സാമൂഹ്യ ഇടപെടൽ ആനന്ദദായകമാണ്. വിവാഹം, ദാമ്പത്യം കവിത പോലെ സുകുമാരമാണ്. ദേവതകളിൽ നിന്നൊരു വരമായിട്ടാണ് പതിക്ക് പത്നിയെ ലഭിക്കുന്നത്. വരൻ വധുവിനെ കൊണ്ട് സൂര്യനെ ദർശിപ്പിച്ചിട്ട് അവരുടെ ഹൃദയസ്പർശിയായ വാക്കുകൾ കേൾക്കാനും തിരിച്ച് ഉപദേശങ്ങൾ സ്വീകരിക്കാനും പരസ്പരം പ്രേമാലംബനം, പരസ്പര സ്നേഹപൂർണമായ സംഭാഷണം, സഹകരണം. ഭർത്താവ് ഇപ്രകാരം പറയുന്നു: എൻ്റെ ഇച്ഛയിലേക്ക് ഞാൻ ഭവതിയുടെ ഹൃദയത്തെ സ്വീകരിക്കുന്നു. ഭവതിയുടെ മനസ്സ് എൻ്റെ മനസ്സിനെ പിന്തുടരട്ടെ. നീണാൾ വാഴുന്നതിനും സത്സന്താനങ്ങൾ ഉണ്ടാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. വേദോപനിഷത്തിൽ ആ കാലഘട്ടം സ്ത്രീ പുരുഷന്മാർക്ക് തുല്യ പദവിയായിരുന്നു. പതിപത്നിമാർ സദ്ഗുണസമ്പന്നരാകണം. ഇരുവരും സംസ്കാരോചിതമായ സൗമ്യ പരിശീലനം നടത്തണം. ഒരു പുഷ്പം കൊണ്ടുപോലും പത്നിയെ പ്രഹരിക്കരുത്. ഭാര്യ അലങ്കൃതയെങ്കിൽ ഗൃഹം മുഴുവൻ അലങ്കൃതമാകുന്നു. വൃദ്ധന്മാർക്കും പുരോഹിതന്മാർക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും മറ്റ് അതിഥികൾക്ക് മുൻപിൽ ഭക്ഷണം നൽകണം. കൂടുതൽ നേട്ടം സ്ത്രീകൾക്ക് മാതാവെന്ന നിലയിൽ ലഭിച്ചു അംഗീകാരം. മാതാവ് പിതാവിനെ 1000 മടങ്ങ് കവച്ചു വയ്ക്കുന്നു. സ്ത്രീകൾ എവിടെ ആരാധിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ പ്രസാദിക്കുന്നു. എത്ര നാര്യസ്ഥ പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. മനുസ്മൃതിയുടെ സന്ദേശമാണത്. ഗൃഹ്യസൂത്രങ്ങളിൽ ചിലത് സാമൂഹ്യ കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതിൽ നിന്നും വേദ പഠനങ്ങളിൽ നിന്നും സ്ത്രീകളെ അകറ്റി നിർത്തി. എന്നാൽ ജൈമിനി മഹർഷിക്ക് വൈദിക കർമ്മങ്ങളിൽ സ്ത്രീ പരിപൂർണമായും പങ്കെടുക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഭർത്താവിനൊപ്പം പതിദേവനൊപ്പം സത്കർമ്മങ്ങളിൽ
തുല്യ പങ്കാളിയായിട്ട് ഭാര്യയും പങ്കുചേരുക. അത് വൈദികമായ ഒരു സംസ്കൃതിയെയാണ് സൂചിപ്പിക്കുന്നത്. 11-ാം ശതകത്തിലെ വിജ്ഞാനേശ്വരനും 12-ാം ശതകത്തിലെ ജീമൂതവാഹനനും സമൂഹത്തിൽ സ്ത്രീക്കുള്ള പദവിയെ വീണ്ടെടുക്കാൻ, അവകാശത്തെ ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്തു. അത് ശക്തിപ്പെടുത്തുകയും ചെയ്തു. അവർക്ക് വിപുലമായ ഉടമാവകാശം നൽകുകയും ചെയ്യുന്നു. ഇന്നും ചിലർ വെച്ചു പുലർത്തുന്ന ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയും ഉച്ചനീചത്വവും പാടെ വിപാടനം ചെയ്യാൻ അന്ന് തന്നെ ഋഷിമാർ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ ഉത്തമ കാര്യങ്ങളിലും സ്ത്രീക്ക് ഉചിതമായ പദവി ലഭിച്ചിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയും സ്വാമി വാഗ്ഭടാനന്ദനും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും ശാശ്വതമായ മാതൃക കാട്ടി. ആധുനിക കാലഘട്ടത്തിൽ മനോവാക്കർമ്മങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും പുരുഷനോടൊപ്പം തന്നെ സ്ത്രീകൾക്കും എല്ലാവിധത്തിലുള്ള സഹായ സഹകരണവും വിദ്യാഭ്യാസവും ഗുരുകുല സമ്പ്രദായ പ്രകാരം ലഭ്യമാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഉത്തിഷ്ഠ ഭാരത എന്നും നിദ്രിത് ഭാരത് ജാഗേ എന്നും രവീന്ദ്രനാഥ ടാഗോറും ഉണരുവിൻ, എഴുന്നേൽക്കുവിൻ, തുരിപ്പിൻ, അനീതിയോട് എതിർപ്പിൻ സഹജാതരെ എന്നും ഇടിനാഥം മുഴക്കിയ സ്വാമി വാഗ്ഭടാനന്ദനും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മഹനീയ സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും നിത്യസ്മരണീയരാണ്. സാമൂഹ്യ മരവിപ്പിന് എതിരായിട്ട് പലപ്പോഴും ഉഗ്ര ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കാൻ കഴിയുന്നു. ഭാരതത്തിൽ ഋഷിതുല്യരായ മഹാത്മാക്കളിൽ നിന്നും മഹാഭാരതത്തിൽ ജാതി വ്യത്യാസത്തിന് ഒരർത്ഥവുമില്ലെന്ന് ധീരമായ പ്രസ്താവന കാണാൻ കഴിയുന്നു. ഈ പ്രപഞ്ചം മുഴുവനും ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭൂതമായതുകൊണ്ട് ദൈവീകമാണ്. പരമാത്മാവിനാൽ സമന്മാരായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ വിവിധ വിഭാഗങ്ങളായി തരംതിരിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ വൈരുദ്ധ്യം, കർമ്മങ്ങൾ തുടങ്ങിയ തൊഴിലുകളെ അടിസ്ഥാനത്തിലാണ്. വർണ്ണം അഥവാ ജാതി സമ്പ്രദായം സാമൂഹ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തി. ആശ്രമ വ്യവസ്ഥ അല്ലെങ്കിൽ ജീവിതത്തിലെ ഘട്ടങ്ങളുടെ ക്രമീകരണം, അതിൽ ശാരീരിക ശാസ്ത്രവും മനഃശാസ്ത്രവുമുണ്ട്. ജീവിതത്തിൽ നിന്ന് ഏറ്റവും അധികം മൂല്യം സിദ്ധിച്ചിരുന്നു. അതിനുള്ള മാതൃകയാണ് ആശ്രമ വ്യവസ്ഥ.
ശ്രമം എന്നതിൽ നിന്നുണ്ടായ പദമാണ് ആശ്രമം. ഒരാൾ പരിശ്രമം ചെയ്യുന്ന ഘട്ടം, കർമ്മം ചെയ്യുന്ന ഘട്ടം. 4 ആശ്രമങ്ങൾ ജീവിതത്തിൻ്റെ വൃത്തം പൂർണ്ണമാക്കുന്നു. ഈ വ്യവസ്ഥ ജീവിതത്തോട് ഗൗരവം നിറഞ്ഞ മനോഭാവം സൃഷ്ടിക്കുന്നു. ബ്രഹ്മചര്യം വിദ്യാഭ്യാസ ഘട്ടമാണ്. ഗാർഹസ്ഥ്യം എളിയ ജീവിതത്തിൻ്റെ ഉന്നത ചിന്തയുടെയും ഘട്ടമാണ്. 3-ാം ഘട്ടമായ വാനപ്രസ്ഥം ലൗകിക ജീവിതത്തിൽ നിന്നുള്ള വിരാമമാണ്. സന്യാസം വിരക്തിയുടെ ഘട്ടമാണ്. ഈശ്വരചിന്ത, ധ്യാനം, മൗനം, മനനം, ലോകമംഗളം മാത്രം പ്രാർത്ഥിക്കുന്നു. ആ അവസ്ഥയിൽ ജർജരവും അസ്ഥിരവുമായ ശരീരം അത് ത്യജിച്ചിട്ട് ബ്രഹ്മലീനനാകുന്നു. ഈ ക്രമം വേണമോ എന്ന് നിശ്ചയിക്കുന്നത് വ്യക്തിയാണ്. ജാവാലോപനിഷത്ത് അത് വ്യക്തമാക്കുന്നു. ഗൗതമനും വസിഷ്ഠനും ഇതേ അഭിപ്രായമാണുള്ളത്. ബുദ്ധമതത്തിൽ യുവാക്കളും സന്യാസ സംഘത്തിൽ വന്നു ചേർന്നിരുന്നു. ആപസ്തംഭൻ പറയുന്നു, ചില യോഗികൾ തൻ്റെ തപശ്ചര്യ കൊണ്ട് പരമസത്യ സാക്ഷാത്കാരം നേടിയേക്കാം. ആശ്രമം പടിപടിയായി സ്വീകരിക്കണമെന്നില്ല. ഗൃഹസ്ഥാശ്രമത്തെ ആശ്രയിച്ചാണ് മറ്റാശ്രമങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമമാണ് ശ്രേഷ്ഠം. വേദസംസ്കൃതിയും ഇതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാമൂഹ്യ നന്മ സ്വന്തം നിലപാടുകളുടെ പരിപാടിയാണ്. തൊൽക്കാപ്യം എന്ന ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. തമിഴിൽ ഉപജീവനം ഹീനമല്ലാത്ത വൃത്തികളിൽ കൂടി വേണം. പരമലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ്. പരിത്യാഗം ശീലിക്കണം. ജീവിതവൃത്തം പരിപൂർണമാകുമ്പോൾ യാത്രയ്ക്കുള്ള സമയം ആഗതമാകുന്നു. സമാധിസ്ഥലം ശാന്തിസുന്ദരമായൊരു ഇടം ആയിരിക്കണം. അതിൻ്റെ പടിഞ്ഞാറ് വശമോ ദിശയോ വടക്കേ ദിശയോ കാടുകളോ ഉദ്യാനമോ തടാകമോ ഉണ്ടാകണം. സാമൂഹ്യ ജീവിതം ഉരസലുകളില്ലാത്തതാകണം. ഭാരതത്തിലെ ധാർമ്മിക സാഹിത്യം എപ്പോഴും ജാഗരൂകമാണ്. വസിഷ്ഠ മഹർഷി നിർദ്ദേശിക്കുന്നു, ധർമ്മം ശീലിക്കുക, അധർമ്മം ഒരിക്കലും അനുഷ്ഠിക്കാതിരിക്കുക. അധർമ്മം പാടില്ല. സത്യം പറയുക, അസത്യം ഒരിക്കലും പറയരുത്. അകലം നോക്കുക, ഏറ്റവും ഉന്നതമായതിനെ വീക്ഷിക്കുക. അഹന്ത, അഹംഭാവം, അസൂയ, കോപം എന്നിവ പരിത്യജിക്കുക. സദാചാരം ഒരു സ്വയം സമൃദ്ധമാണ്. അത് സ്വയംവരവുമാണ്. അന്തരാത്മാവിന് സംതൃപ്തി നൽകുന്നത് നിരന്തരമായി ചെയ്യുക. കർമ്മശുദ്ധി.
ഈ അന്തരാത്മാവിൽ എല്ലാ ജീവജാലങ്ങളുടെയും അന്തരാത്മാവായ ബ്രഹ്മമാണ്, ബ്രഹ്മനാണ്, ഈശ്വരനാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഒരാൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനല്ല. ആത്മീയതയിൽ സൗഖ്യം തേടുക, മറ്റൊരാളുടെ ദുഃഖത്തിനിടയാക്കുന്നതൊന്നും നമ്മളോട് ചെയ്തു പോകരുത്. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന സന്ദേശം പോലെ സുഖദുഃഖങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നതാണ്. 4 പുരുഷാർത്ഥങ്ങളുടെ ഒരു മഹൽ സിദ്ധാന്തം ഇപ്രകാരം ആവിഷ്കരിച്ചു. ധർമ്മം അഥവാ സദാചാരം ഒന്നാമത്തേത്. 2 അർത്ഥം, സാമ്പത്തിക താൽപ്പര്യങ്ങൾ. 3 കാമം, ലൈംഗികവും വൈകാരികവും സൗന്ദര്യ ബോധോദ്ദീപകവുമായ പ്രേരണകളുടെ സംതൃപ്തി. 4 മോക്ഷം അഥവാ നിർവാണം. അത് മനുഷ്യൻ്റെ പരമലക്ഷ്യമാണ്. പരമാനന്ദത്തോടുകൂടി ശരീരം വെടിയുക. അത് മുക്തിയാണ്, മോക്ഷമാണ്, നിർവാണമാണ്. സ്വസ്തിയസ്തു, ശുഭമസ്തു.